ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ഇതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ രാത്രി എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് എങ്ങാനും കൂടുതലാണെങ്കിൽ ഇവർക്ക് ഒരു 3 മണി 4 മണി സമയത്തിൻ്റെ ഇടയ്ക്ക് ഷുഗർ ഭയങ്കരമായിട്ട് താന്നു. ഇവിടെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴത്തേക്കും ഈ ലക്ഷണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അമിത വിയർക്കലും ടാക്കിക്കാർഡിയയും. അപ്പോൾ 11 മണിക്ക് നമ്മൾ അങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്നാക്ക് കഴിച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. 3 മണിക്ക് വരുന്നതിൻ്റെ 3 മണിക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നർ ഏർലി അതിരാവിലെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ രാത്രിയിലത്തെ ഇൻസുലിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഈ രണ്ട് സമയത്താണ് ഏറ്റവും കോമൺ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്നവർക്ക് വരുന്ന ഒരു ഹൈപ്പോഗ്ലൈസീമിയ. പിന്നെ നമസ്കാരം, ഞാൻ ഡോക്ടർ ഷംനാഥ് പി, മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ഇതിനെക്കുറിച്ചാണ്. പ്രമേഹ രോഗികൾ പലപ്പോഴും അവർ ഡയബറ്റിക് മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും, ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഹൈപ്പോഗ്ലൈസീമിയ. അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറഞ്ഞു പോകുന്നതാണ് ഷുഗർ കൂടിയിരിക്കുന്നതിനേക്കാൾ അപകടാവസ്ഥ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇൻസുലിൻ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഹോർമോൺ. ബാക്കി നമ്മുടെ ശരീരത്തിലെ എല്ലാ മെക്കാനിസംസും ഷുഗറിനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഹോർമോണാണ്. അപ്പം എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? നമ്മുടെ ഷുഗർ ബ്ലഡിൽ ഒരു നിശ്ചിത അളവിൽ നിന്നും താഴെ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരീരം വളരെ അപകടാവസ്ഥ മണക്കുകയും കുറേ സിംറ്റംസ് ശരീരം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അമിതമായി വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, നമുക്ക് ഭയങ്കര ക്ഷീണം തളർച്ച അനുഭവപ്പെടുക, തലവേദന വരിക, വയറിന് വെപ്രാളം വരിക, പരവേശം വരിക, ഭക്ഷണം ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവപ്പെടുക, ഭക്ഷണം കഴിക്കാൻ തോന്നുക. ഈ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഒരു ശരീരം ഇതിനെതിരെ അല്ലെങ്കിൽ ശരീരം ഷുഗർ കുറഞ്ഞു പോകുന്നതിനെതിരെ ശരീരം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ. എപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ സെൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഭയങ്കരമായ അപകടം സംഭവിച്ചതുപോലെ തന്നെയാണ് ശരീരം അതിനെ കാണുക. എന്ന് വെച്ചാൽ അത്രമാത്രം ബോഡിക്കറിയാം അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് സംഭവിച്ചത് എന്ന്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണെന്ന് ബോഡിക്ക് തന്നെ അറിയാം. അപ്പം ഇതൊക്കെ തന്നെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം വെട്ടി വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, വയറിന് വെപ്രാളം വരിക, തലവേദന വരിക, ഭയങ്കരമായ ക്ഷീണം വരിക, തളർച്ച വരിക. ഭയങ്കര സിവിയറായിട്ട് പോയി കഴിഞ്ഞാൽ ആളുടെ ബോധം വരെ നഷ്ടപ്പെടാവുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് നമുക്ക് ഏതൊക്കെ സമയത്താണ്, ഞാൻ ഈ ടോക്കിൽ പറയാൻ പോകുന്നത് ഹൈപ്പോഗ്ലൈസീമിയ എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ സമയത്താണ് ഉണ്ടാകുന്നത്, ഇൻസുലിൻ എടുക്കുന്നവർക്ക് എപ്പോഴും അത് സാധാരണ ഇതിലുണ്ടാകാം, അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നവർക്ക് എപ്പോഴും ഇതുണ്ടാകാം. ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ ഡയബറ്റീസിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി ഇൻസുലിൻ എടുക്കുന്നവരിൽ എങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഇൻസുലിനാണ് പ്രീ മിക്സ്ഡ് ഇൻസുലിൻ. 2 തരം ഇൻസുലിൻ ചേർത്ത് 30-70 അല്ലെങ്കിൽ 50-50 എന്ന് പറയുന്ന ഹ്യൂമൻ ഇൻസുലിൻ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഇൻസുലിനാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടർമാർ പറയും ഈ ഡയബറ്റിസ് ഭക്ഷണം കഴിക്കുന്നതിന് 15 തൊട്ട് 30 മിനിറ്റ് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസുലിൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കാം, ആ പേഷ്യൻ്റെ ഷുഗർ താന്നു പോകാം. പലപ്പോഴും നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസ് അങ്ങനെ അവർ മിസ് ചെയ്യാറില്ല മീല്, പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ജോലി തിരക്കുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് യാത്രയിലേക്ക് ഇൻസുലിൻ എടുത്തിട്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് നിർത്തി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ യാത്ര പുറപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പെട്ടെന്ന് ഒരു ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ പുറത്തോട്ട് പോകേണ്ടി വന്നു, അങ്ങനെ അവർ മീല് സ്കിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കാം, ഷുഗർ കുറഞ്ഞു പോകാം. പിന്നെ ഈ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇൻസുലിൻ
എടുക്കേണ്ട സമയം മാറിപ്പോകാം. നമ്മൾ ഡോക്ടർമാർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രോപ്പർ ആണെങ്കിൽ പോലും മനസ്സിലാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഈ ഫുഡുമായിട്ട് റിലേറ്റഡ് അല്ലാതെ എടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു. അവർ ഈ തരത്തിൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, രാവിലെയും വൈകിട്ടും ഈ പ്രീ മിക്സ്ഡ് ആയിട്ടുള്ള ഇൻസുലിൻ ഒരു നിശ്ചിത യൂണിറ്റിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായി ഷുഗർ താന്നു വന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ആദ്യം അവർ പറഞ്ഞില്ല, ഇവർക്ക് ഇങ്ങനെ പരവേശം ഉണ്ടാകുന്നുണ്ടോയെന്നോ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ വിയർപ്പുണ്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായി, ഒരു ഭക്ഷണം കഴിച്ച് ഒരു 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കും, 10 മണിക്കായിരുന്നു അവർ രാവിലത്തെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഇൻസുലിൻ എടുത്ത് ഇൻസുലിൻ്റെ ആക്ഷൻ വരുമ്പോഴത്തേക്കും എന്തില്ല, അവർക്ക് ഭക്ഷണം അവരുടെ ശരീരത്തിലില്ല. അപ്പോഴത്തേക്കും ഇൻസുലിൻ മാത്രമായി പോകും, ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ വരുന്നു. പിന്നെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ഇപ്പം മിക്സ്ഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പ്രീ മിക്സ്ഡ് ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ രാവിലെ നമ്മൾ ഈ പ്രീ മിക്സ്ഡ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇൻസുലിൻ ഈ രാവിലത്തെ ഡോസിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള ഇൻസുലിൻ്റെ ആക്ഷൻ വരുന്നത് ഈ 11 മണി 11:30 മണിക്കാണ്. അപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ വേണമെങ്കിൽ കുറഞ്ഞു പോകാൻ പറ്റും. അത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആദ്യം അത് ഷുഗർ കുറയുന്നുണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ പ്രീ മിക്സ്ഡ് ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ 11 മണി അല്ലെങ്കിൽ 11:30 മണി ആകുമ്പോഴത്തേക്കും ഷുഗർ കുറയുന്നുണ്ടോ. അപ്പം പ്രത്യേകം നമ്മൾ അന്നേരം നോക്കണം, നമുക്ക് ഈ ലക്ഷണങ്ങളുണ്ടോ, ഈ ശരീരം വിയർക്കുന്നുണ്ടോ, ഒരു പരവേശമുണ്ടോ, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ. ഞാൻ പറഞ്ഞ എല്ലാ സിംറ്റംസും വേണമെന്നില്ല. പലപ്പോഴും ഇതിൻ്റെ ആദ്യമായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ തുടങ്ങുന്ന സമയത്ത് ഒരു പരവേശം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ GRBS മെഷീൻ വെച്ചിട്ട് അപ്പം തന്നെ ഷുഗർ നോക്കുക, അന്നേരം ഷുഗർ കുറവാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പം പ്രീ മിക്സ്ഡ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഈ 11 മണിക്ക് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഊണിന് ഒരു 1-1.5 മണിക്കൂർ മുന്നേ ഷുഗർ കുറയാനുള്ളൊരു ചെറിയ ടെൻഡൻസി ഉണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അന്നേരം ഒരു ചെറിയ സ്നാക്ക് അന്നേരം കഴിക്കുക എന്നുള്ളതാണ്. വലിയൊരു ആഹാരമല്ല, സ്പ്ലിറ്റ് മീൽസാണ് നമ്മൾ ഡയബറ്റീസിൽ പറയുന്നത്. അതിൽ തന്നെ ചെറിയൊരു ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞിട്ട് ഒരു 4 മണി 5 മണി സമയത്ത് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സമയത്ത് 11 മണി സമയത്തും ഈ വൈകുന്നേര സമയത്തും ചെറിയൊരു സ്നാക്ക് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രതിവിധി. അപ്പം പലപ്പോഴും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പേഷ്യൻസിന് അറിയാതെ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് മനസ്സിലാവാതെ, എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിവിയർ ആയിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാവാതിരിക്കത്തില്ല. സ്വെറ്റിംഗ് ഉണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടും, വെപ്രാളം ഉണ്ടാവും, പരവേശം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഏർലി ഹൈപ്പോഗ്ലൈസീമിയാസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് ഇവരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാതെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയാതിരിക്കും. അത് ഡോക്ടേഴ്സും പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ പേഷ്യൻസ്, ഡയബറ്റീസിൻ്റെ ചികിത്സയിലിരിക്കുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ച് ഇൻസുലിനും അതുപോലെ ഈ ഗ്ലിമിപ്രൈഡ്, ഗ്ലിപ്പിസൈഡ് അതുപോലത്തെ മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസ് ഉറപ്പായിട്ടും ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവർക്ക് പിന്നെ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു വളരെ സർവ്വസാധാരണമായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഏർലി മോർണിംഗ് ഹൈപ്പോഗ്ലൈസീമിയ. ഈ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇടയിൽ ഷുഗർ താന്നു പോകാം. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഒരു ഇൻസുലിൻ എടുക്കുന്നുണ്ട്. രാത്രിയിലത്തെ ഇൻസുലിനാണ് ഈ രാത്രിയിലത്തെ മുഴുവൻ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ ഡിന്നർ കഴിക്കാൻ മറന്നുപോയ ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ നമ്മൾ രാത്രി എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് എങ്ങാനും കൂടുതലാണെങ്കിൽ ഇവർക്ക് ഒരു 3 മണി 4 മണി സമയത്തിൻ്റെ ഇടയ്ക്ക് ഷുഗർ ഭയങ്കരമായിട്ട് താന്നു. ഇവിടെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴത്തേക്കും ഈ ലക്ഷണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ വിയർക്കലും ടാക്കിക്കാർഡിയയും പരവേശവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവർ പലപ്പോഴും ഉറങ്ങുന്നത് കൊണ്ട് ഇവർ അൺഅവെയർ ആയിട്ടിരിക്കും. ഇവർ ഹൈപ്പോഗ്ലൈസീമിയ പോകുന്നുണ്ടെന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവാതെ വരും. പലപ്പോഴും കൂടെ ഉള്ളവരായിരിക്കും ഈ അമിതമായ വിയർപ്പും ഒക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ എന്ത് പറ്റി രാത്രി എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അന്നേരവും
പേഷ്യൻ്റ് അറിയത്തില്ല എൻ്റെ ഷുഗർ കുറഞ്ഞു പോയത്. ഈ പറയുന്ന ബൈസ്റ്റാൻഡേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിഞ്ഞുകൂടായിരിക്കും ഇത് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണെന്ന്. ഇപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര അമിതമായ ക്ഷീണം, തളർച്ച. പിന്നെ ഷുഗർ നോക്കുമ്പോഴത്തേക്കും സാധാരണയെക്കാട്ടും ചിലപ്പം കൂടി നിൽക്കാം. നല്ല കൺട്രോൾഡ് ആയിട്ട് പോയിരുന്ന ഒരു 110 120 താഴെ ഷുഗർ ഉണ്ടായിരുന്ന ഒരാൾക്ക് ചിലപ്പോൾ എപ്പോഴും ഫാസ്റ്റിംഗ് നോക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഷുഗർ കൂടുതലായിട്ട് കാണിക്കാം. 160 170. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോൺസും ഷുഗർ കൂട്ടാനാണ് ശ്രമിക്കുന്നത് ഇൻസുലിൻ വെച്ച്. അപ്പോൾ ഈ രാത്രിയിൽ അതിരാവിലെ ഉണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയ കാരണം ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. നമ്മളെ ജീവൻ നിലനിർത്താൻ ഷുഗർ കൂട്ടാൻ വേണ്ടിയുള്ള ഡിഫൻസ് മെക്കാനിസം കൂടുകയും രാവിലത്തെ ഷുഗർ കൂടുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴത്തേക്കും കൂടി നിൽക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് കുറഞ്ഞു പോയതിന് ശേഷമാണ് ഈ അതിരാവിലെ വീണ്ടും ഇത് കൂടുന്നത്. അപ്പോൾ ഡോക്ടർമാർ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് രാത്രി എടുക്കുന്ന ഇൻസുലിനാണ്. ചിലപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഇൻസുലിൻ കൂട്ടും, വീണ്ടും ഈ അപകടം വലുതാകാം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് വളരെ വലിയ അപകടം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ 2 പ്രധാനപ്പെട്ട അവയവങ്ങൾ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബ്രെയിൻ, തലച്ചോറിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഹൈപ്പോഗ്ലൈസീമിയ പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ പോലെ വളരെ അപകടം പിടിച്ച ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഒരു ഇൻസുലിൻ തെറാപ്പിയിൽ കോമൺ ആയിട്ട് പ്രീമിക്സ്ഡ് ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് വരാവുന്നത് 11 മണിക്കും അതുപോലെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ്. പിന്നെ ഏത് ഇൻസുലിൻ എടുത്താലും ഇൻസുലിൻ എടുത്തിട്ട് മീൽ സ്കിപ്പ് ചെയ്താൽ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അപ്പം ഡയബറ്റിസ് പേഷ്യൻസ്, പ്രമേഹ രോഗികൾ ഡയബറ്റീസിൻ്റെ ചികിത്സയിലിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നേരത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് എന്താണ് കാരണമെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പം ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വരാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇൻസുലിനും എടുക്കുന്ന സിറിഞ്ചും തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി കാരണം ഇത് വരാം. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചിരിക്കുന്ന ഇൻസുലിൻ 100 യൂണിറ്റ് പെർ ml, നമ്മുടെ നാട്ടിൽ 40 IU പെർ ml ഉണ്ട്, 100 IU പെർ ml ഉണ്ട്. 100 യൂണിറ്റ് പെർ mlൻ്റെ ഇൻസുലിനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് െങ്കിൽ അത് 40 യൂണിറ്റുള്ള സിറിഞ്ചിൽ 2 തരം സിറിഞ്ചും അവൈലബിൾ ആണ്, 40 IU പെർ ml 100 IU പെർ ml. നമ്മൾ ഈ ഡോസ് സ്ട്രെങ്ത് കൂടിയ ഇൻസുലിൻ 40 IU പെർ ml ഇതിലെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഓവർഡോസ് വരാം. അങ്ങനെ ഇൻസുലിൻ ഡെലിവറി ചെയ്ത് കൂടിപ്പോകും. അതും ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മീൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രീമിക്സ്ഡ് ഇൻസുലിനാണ് എടുക്കുന്നതെങ്കിൽ 11 മണിക്കും 5 മണിക്കും ചെറിയൊരു സ്നാക്ക് കഴിക്കാൻ മനസ്സിലാക്കുക. അതുപോലെ അതിരാവിലെയുള്ള ഷുഗറിൻ്റെ വ്യതിയാനം, ഷുഗർ കുറയാനുള്ള കാരണങ്ങൾ, ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. ഈ 3 AM ഹൈപ്പോഗ്ലൈസീമിയ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. അത് മനസ്സിലാക്കാൻ പാർട്ട്ണറും അവെയർ ആയിരിക്കണം, കൂടുള്ളവരും അവെയർ ആയിരിക്കണം, പേഷ്യൻറ്റും അവെയർ ആയിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കൺട്രോൾഡ് ആയിട്ടിരുന്നൊരു ഷുഗർ വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ 3 AM ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ടാവാം. അതുപോലെ അമിതമായ ക്ഷീണം, തളർച്ച, തലവേദന, ഒന്നും ചെയ്യാൻ ഉന്മേഷക്കുറവ് എല്ലാം അതിരാവിലെ ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്നും ഈ ഷുഗർ കുറഞ്ഞു വന്നതായിരിക്കാം. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് ഡയബറ്റീസിൻ്റെ ക്ഷീണമല്ല, ഡയബറ്റീസിൻ്റെ തളർച്ചയല്ല, അത് പ്രമേഹത്തിൻ്റെ ഇടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോയതുണ്ടായ ഒരു കോംപ്ലിക്കേഷൻസിന് കൊണ്ടുള്ള സിംറ്റംസാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഡയബറ്റീസിന് ഈ തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ പോലും പേഷ്യൻസ് വിചാരിക്കും ഇത് ഷുഗർ കൂടിയതിൻ്റെ ലക്ഷണങ്ങളാണ്. ഷുഗർ കൂടിയതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഇതല്ല. നമുക്കൊരു ഡ്രൈനെസ് ഓഫ് മൗത്ത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പോളിയൂറിയ, പോളിഡിപ്സിയ, അമിതമായ ദാഹം, അമിതമായ യൂറിൻ, കൂടുതലായിട്ടുള്ള വോളിയത്തിൽ യൂറിൻ പോവുക, അല്ലെങ്കിൽ നൊക്ടൂറിയ, രാത്രിയിൽ 2-3 വട്ടമൊക്കെ യൂറിൻ പോകുന്ന അവസ്ഥ വരിക. ഈ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർഗ്ലൈസീമിക് സിംറ്റംസ്. അല്ലാതെ ഞാനീ പറഞ്ഞതുപോലെ എക്സസീവ് സ്വെറ്റിംഗ്, ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കൂടുതൽ, വെപ്രാളം, ഒരു തരത്തിൽ നമ്മൾ ബോഡി ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഒരു അപകടം വരുമ്പോഴത്തേക്ക് മനുഷ്യൻ പ്രതികരിക്കുന്ന ഒരു രീതിയിലാണ് ബോഡി ഈ ഹൈപ്പോഗ്ലൈസീമിയോട് പ്രതികരിക്കുന്നത്. അതിൻ്റെ സിംറ്റംസ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഉള്ള ഒരു
നമ്മൾ OHS ഇപ്പം പറഞ്ഞ പോലെ ഇൻസുലിൻ്റെ സെക്രീഷൻ കൂട്ടുന്ന ഒരു ചില മെഡിസിൻസ് ഉണ്ട്. അതിന് ഇൻസുലിൻ സെക്രീറ്റോകോക്സ് ആയിട്ടുള്ള സൾഫണൽ യൂറിയാസ് എന്നാണ് അതിനെ ഒരു കാറ്റഗറി പറയുന്നത്. ഈ ഗ്ലിമിപ്രൈഡാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. അതും ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് ഉള്ള മെഡിസിനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ മരുന്ന് കഴിക്കുന്നവരും മീൽസൊക്കെ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യുക. മീല് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ മരുന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യണം. മരുന്ന് കഴിച്ചുകൊണ്ട് മീല് കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നമുക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ളത്. അപ്പം പേഷ്യൻറ്റും അതുപോലെ ബൈസ്റ്റാൻഡറും ഇതിന് അവെയർ ആയിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ നമുക്ക് എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം. നമ്മൾ ബോധമുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടാബ്ലറ്റോ ഗ്ലൂക്കോസ് പൊടിയോ പെട്ടെന്ന് നാക്കിൻ്റെ അടിയിൽ ഇടലാണ് നമുക്ക് പെട്ടെന്ന് ഷുഗർ കൂടാനായിട്ടുള്ള ഒരിത്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ടാബ്ലറ്റ് നമ്മുടെ പോക്കറ്റിലുണ്ടാവണം. ഈ ലക്ഷണങ്ങൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ നമുക്ക് ഈ ഗ്ലൂക്കോസ് ടാബ്ലറ്റ് കഴിച്ചിട്ട് നമ്മുടെ ഷുഗർ കൂട്ടാനുള്ള ശ്രമവും പെട്ടെന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി രാത്രി ഇപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ അബോധാവസ്ഥയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ കട്ടിയായിട്ടുള്ള ഷുഗറോ പഞ്ചസാരോ ഉണ്ട്. പക്ഷേ ഗ്ലൂക്കോസ് പൊടി നമുക്ക് കയ്യിൽ കരുതുവാണെങ്കിൽ നാക്കിൻ്റെ അടിയിൽ. അപ്പം പേഷ്യൻറ്റിനെ പോലെ തന്നെ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്, അത് ഭാര്യയാകാം, മക്കളാകാം, സിബ്ലിങ്സ് ആകാം, ഇവരെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കണം. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് ഞാൻ ഒരു പോയിന്റിൽ പറഞ്ഞു വന്നിട്ടാണ് വീണ്ടും ഡീവിയേറ്റ് ചെയ്തത്. ബ്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്യൂൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസിൻ്റെ വ്യതിയാനം, ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ന്യൂറോണൽ ഡെത്ത് വരാം, ന്യൂറോൺസ് നമുക്ക് നഷ്ടപ്പെടാം. അത് ഓർമ്മക്കുറവിനും പിന്നെ സ്ട്രോക്ക് പോലത്തെ വലിയ പ്രശ്നങ്ങളിലേക്കെല്ലാം, ഡിമെൻഷ്യ പോലത്തെ ഇതിലേക്ക് ഇതാക്കാം. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ അപ്പം തന്നെ അൺഡിറ്റക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ കോമ വരെ ഉണ്ടാകും. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ ഇൻ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കോംപ്ലിക്കേഷനാണ്. അത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെയും പിന്നെ ബ്രെയിൻ്റെ പ്രവർത്തനത്തെയും നന്നായി ബാധിക്കാം. അതൊരു ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ തന്നെയാണ്. അത് പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു കോംപ്ലിക്കേഷനാണ്. ഷുഗറിൻ്റെ ചികിത്സ കാരണം ഷുഗർ ഈ ക്രമാതീതമായി കുറഞ്ഞു പോകാൻ പാടില്ല. അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പേഷ്യൻസ് ഇത് പ്രോപ്പറായിട്ട് പറയണമെന്നില്ല. ഇത് ഒരു ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമാണ്, തളർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നത് വഴി ഈ ഒരു അപകടം വീണ്ടും വീണ്ടും ഉണ്ടായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടി വരാം. അതുപോലെ തന്നെ ഈ രാവിലത്തെ ഷുഗർ പെട്ടെന്ന് നല്ല കൺട്രോൾഡ് ആയിട്ടിരുന്ന ഡയബറ്റിസ് പെട്ടെന്ന് അതിരാവിലെ നോക്കുമ്പോൾ ഷുഗർ കൂടി വരുന്നു എന്ന് വിചാരിച്ച് പലപ്പോഴും ഈ ഒരു ലക്ഷണങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വീണ്ടും രാത്രിയിലത്തെ ഇൻസുലിൻ കൂട്ടുന്നതിന് ഇടയാക്കാം. അത് കാരണം എന്ത് ചെയ്യാം, വീണ്ടും ഈ ഒരു 3 മണിക്ക് വരുന്ന ഹൈപ്പോഗ്ലൈസീമിയ വളരെ സിവിയറായിട്ട് വരികയും അത് കാരണം അപകടം വരികയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ തെറാപ്പി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മീല് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇൻസുലിനും ഫുഡും തമ്മിലുള്ള റിലേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പഴയ ഇൻസുലിൻസ് എല്ലാം തന്നെ 25-30 മിനിറ്റ് മുന്നേ നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മീല് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മളെടുക്കുന്ന സാധാരണ പ്രീമിക്സ്ഡ് ഇൻസുലിനുണ്ട്. പക്ഷേ ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയറാണ്. 30 മിനിറ്റ്സ് ബിഫോർ ഫുഡാണ് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് എന്തായാലും കഴിച്ചിരിക്കണം. അതുപോലെ പ്രീമിക്സ്ഡ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് 11 മണിക്കും ഏർലി മോർണിംഗ് 3 AM ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 11 മണിക്ക് നമ്മൾ അങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്നാക്ക് കഴിച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. 3 മണിക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നർ അതിരാവിലെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ രാത്രിയിലത്തെ ഇൻസുലിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഈ രണ്ട് സമയത്താണ് ഏറ്റവും കോമൺ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്നവർക്ക് വരുന്ന ഒരു ഹൈപ്പോഗ്ലൈസീമിയ. പിന്നെ ന്യൂ ഓൺസെറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യൻ്റ് വന്ന് എടുത്തിരുന്നതെന്ന് വെച്ചാൽ അവർ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ഫുഡ് ഇല്ലാത്ത സമയത്താണ് അവർ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും എല്ലാ സംശയങ്ങളും ഡോക്ടറെ അടുത്തുനിന്ന് പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇൻസുലിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ പിന്നെ അത് ധ്രുവീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ എപ്പോഴും പേഷ്യൻ്റ് അവെയർ ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഷുഗർ കൂടിയതിൻ്റെ അല്ല ഇത്ര ഡ്രമാറ്റിക് ആയിട്ടുള്ള സിംറ്റംസ്, ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെയാണ് ഡ്രമാറ്റിക് ആയിട്ടുള്ള സിംറ്റംസ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് എന്തെന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ, അത് എന്തുമാത്രം ഡേഞ്ചറസ് ആണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, നേരത്തെ നമുക്ക് എങ്ങനെ അതിനെ കണ്ടെത്താം, അതങ്ങനെ കണ്ടെത്തിയാൽ തന്നെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്.
അപ്പോൾ എൻ്റെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഡയബറ്റീസിൻ്റെ ചികിത്സ എടുക്കുന്ന എല്ലാവരും തന്നെ ഹൈപ്പോഗ്ലൈസീമിയെക്കുറിച്ച് അവെയർ ആയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്നവർ മീൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എപ്പോഴും ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ ഒരു ഗ്ലൂക്കോസ് ടാബ്ലറ്റോ വല്ലതും കയ്യിലുണ്ടാവണം. വീട്ടിലാണെങ്കിൽ ഷുഗറിനും പഞ്ചസാരയോട് ഒരു ആക്സസ് ഉണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു മേജർ കോംപ്ലിക്കേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. നന്ദി.